ഷാബു പ്രസാദിന്റെ ആദ്യത്തെ പോയിന്റ് നമുക്ക് സ്വീകരിക്കാം. അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങൾ വളരെ ഗൗരവപൂർണമായ വിഷയമാണ്, നമുക്കത് സ്വീകരിക്കാം. രണ്ടാമത് അദ്ദേഹത്തിന്റെ ന്യായീകരണം അത് നമുക്ക് വിട്ടുകളയാം. ഇന്ന് രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു പത്രസമ്മേളനം നടത്തി. ഈ ദിവസം 24 മണിക്കൂർ കഴിഞ്ഞ് 28 മണിക്കൂർ ആവുന്നത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വെറുതെ ഒരാളല്ലല്ലോ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് കാര്യകാരണസഹിതം ഒരു പത്രസമ്മേളനം നടത്തിയതിന് മറുപടി പറയണ്ടേ? അദ്ദേഹം മറുപടി പറഞ്ഞത് എന്താണ്? കിരൺ റിജ്ജു എന്ന കേന്ദ്രമന്ത്രി പറഞ്ഞ അതേ മറുപടി. അവിടെ ബൂത്ത് ഏജന്റ് അല്ലേ കോൺഗ്രസിന്? അതല്ല, കോൺഗ്രസ് അല്ലേ നോക്കേണ്ടത്? ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയേണ്ടത്? നേരത്തെ മഹാദേവപുരയിലെ ക്രമക്കേടിനെ പറ്റി പറഞ്ഞ സമയത്ത് വളരെ കൃത്യമായി തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പറഞ്ഞ സമയത്ത് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്നീട് ഒരു പത്രസമ്മേളനം വിളിച്ചല്ലോ. അത് ചീറ്റിപ്പോയില്ലേ? എന്തേ? പത്രസമ്മേളനം നടത്താനുള്ള ശേഷി അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, അന്ന് അത്രയും ബാലിശമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. അതിനുശേഷം അനന്തര കാര്യങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മിണ്ടിയില്ല. ഇന്നലെ ഹരിയാന എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ ഭരണം നമ്മൾക്കൊക്കെ അറിയാം, നമ്മുടെയൊക്കെ അവകാശമാണ് വോട്ടവകാശം. ആ സംസ്ഥാനത്ത് 5,21,619 ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് തെളിവ് സഹിതം പറയുമ്പോൾ 93,174 വോട്ടുകൾ വ്യാജവിലാസത്തിലൂടെ ചേർത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, നേരത്തെ നിഷാദ് സൂചിപ്പിച്ച കൂട്ട വോട്ടുകൾ, ഒരു വീട്ടിൽ 500ഉം 1000 വോട്ടുകൾ ചേർത്തിയ 19,26,351 വോട്ടുകൾ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറയുമ്പോൾ, അങ്ങനെ 25,41,144 വോട്ടുകൾ അട്ടിമറിച്ചിട്ടാണ് ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഭരണം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം വന്ന് ഇത് ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട് ശരിയല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ BJP വിട്ടേക്കുക, വലതുപക്ഷ നിരീക്ഷകരെ വിട്ടേക്കുക. ഇന്ത്യയിലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിലേക്ക് ഒരു സംസ്ഥാനം അങ്ങ് തെരഞ്ഞു പിടിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടുത്തപ്പോൾ ഇവരൊക്കെ വോട്ട് ചെയ്തത് BJPക്കാണ് എന്ന് എന്ത് ഉറപ്പാണ് എന്നുള്ളത് ബാലിശമായ ചോദ്യമാണോ നമ്മൾക്ക് വേണ്ടത്? 0 വോട്ട്, 0 വീട്ട് നമ്പർ. നമ്മളന്ന് പറഞ്ഞു 0 വീട്ട് നമ്പർ പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് അത് വഴിയോരത്തുള്ള ആളുകളാണ്. ഇന്നലെ തെളിവ് സഹിതം ഇരട്ട നിലയുള്ള വീടുകളുടെ ചിത്രം 0 കാണിച്ചപ്പോൾ അതിന്റെ മറുപടി പറയണ്ടേ? 500 വോട്ടുകൾ ഒരു വീട്ടിനകത്ത് ഉള്ളതിന് ചോദ്യം ചോദിച്ചാൽ അത് ഇന്നത്തെ കൊണ്ടാണ് എന്ന് മറുപടി പറയണ്ടേ? അങ്ങ് ബ്രസീലിലെ മോഡലിന്റെ ചിത്രം 22 സ്ഥലത്ത് സീറ്റിയായും സീമയായും സരസ്വതിയായും അങ്ങ് അഞ്ജനയായും അഞ്ജുഷയായും വ്യത്യസ്ത പേരുകളിൽ ഇന്ത്യ രാജ്യത്തെ ഒരു വോട്ടർ പട്ടികയ്ക്കകത്ത് വന്ന് വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല, അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കണ്ടേ? ഇതെല്ലാം അംഗീകരിക്കുകയാണ്. അതിന് രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഞങ്ങൾക്കിത് പറയാനുള്ളത് ജനങ്ങളോടാണ്. ഇന്ത്യ രാജ്യത്തെ പൗരന്റെ അവകാശം നമ്മൾക്കറിയാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പേ നടക്കില്ല എന്ന് ലോകം വിശ്വസിച്ച കാലത്ത്, അക്ഷരാഭ്യാസം 20% താഴെ മാത്രം ഉള്ള കാലത്ത് ഒരു ജനാധിപത്യം പരീക്ഷിച്ച നാടിന്റെ പേരാണ് ഇന്ത്യ. അന്നാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് അടയാളങ്ങൾ കൊടുത്ത് ആ അടയാളങ്ങൾക്ക് വോട്ട് ചെയ്ത് രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ച് പൗരന്റെ അവകാശം നടപ്പിലാക്കിയ രാജ്യത്ത് ടെക്നോളജി അങ്ങേ അറ്റത്ത് നിൽക്കുമ്പോൾ ഇരട്ട വോട്ടുകളെ ഒരു ആപ്പിലൂടെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ AI ഉപയോഗിച്ച് ഓരോന്നിനെയും കണ്ടെത്താനുള്ള ശേഷിയുണ്ട് എന്ന് പറയുന്നിടത്ത് ഈ തട്ടിപ്പ് മുഴുവൻ ആ ടെക്നോളജി ഉപയോഗിച്ച് ഒരു ഭരണ നേതൃത്വം ചെയ്യുമ്പോൾ അതിന് നിന്നുകൊടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കണം? മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പുറത്തു വന്ന് പറഞ്ഞു ഇത് തെറ്റാണ്, കമ്മീഷൻ പറയേണ്ടത് പറയുന്നില്ല, കമ്മീഷൻ ആക്ഷൻ എടുക്കേണ്ടടുത്ത് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് കമ്മീഷണർമാർ വന്ന് പറയുമ്പോൾ TN ശേഷൻ ആരംഭിച്ച ഒരു യുഗമുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അപ്പോഴും ഈ പരാതി കൊടുക്കുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നു എന്നാണ്. അപ്പോഴും ഈ പരാതി കൊടുക്കുന്നില്ല എന്ന പ്രശ്നം നിലനിൽക്കുന്നു എന്നാണ്. എന്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുത്തിട്ട് വിശ്വാസമില്ല, ഒരു കാര്യമില്ല എന്നുകൊണ്ടാണോ? അല്ല നിഷാദ്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിഷാദെ, ഇന്ത്യയിലെ കോടതിക്കകത്ത് തെരഞ്ഞെടുപ്പ് കേസുകളുടെ ചരിത്രം നിങ്ങൾ എടുക്ക്. തെരഞ്ഞെടുപ്പ് കേസുകളുടെ ചരിത്രം ഏത് കേസ് പറഞ്ഞാലും കോടതി പറയുന്നത് എന്താണെന്ന് അറിയോ? 30 ദിവസത്തിനകം ഓരോ പെർട്ടിക്കുലർ കേസിൽ തെരഞ്ഞെടുപ്പ് കേസ് കൊടുക്കാനുള്ള പെർട്ടിക്കുലർ കേസിൽ ആ പെർട്ടിക്കുലർ കേസിലെ കേസ് കൊടുക്കുന്നത് പോലെയല്ല ഒരു പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനത്ത് മൊത്തമായിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തി അധികാരത്തിൽ വരിക എന്നുള്ള ഒരു കാര്യവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ബോധവൽക്കരിക്കപ്പെടുന്നതും ബോധവൽക്കരിക്കപ്പെടേണ്ടതും പൗരനാണ്, പൗരന്റെ അവകാശമാണ്. ആ പോയിന്റ് ക്ലിയർ ആണ്. ഒരു നിയമപരമായ നടപടിയിലൂടെ പരിഹാരം ഉണ്ടാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയല്ല, മറിച്ച് പൗരനെ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ അടിസ്ഥാന അവകാശമായ വോട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ടോളൂ, തെരഞ്ഞെടുപ്പെല്ലാം ശരിയായിട്ടാണ് നടക്കുന്നതെന്ന് പരിശോധിച്ചോളൂ എന്ന